الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور. نحمد الله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح على هذه الأمة وجاهد في الله حق جهاده حتى أتانا اليقين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوان والأخوات، أوصيكم ونفسي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إذا قمتم إلى الصلاة فاغسلوا وجوهكم وأيديكم إلى المرافق وامسحوا برؤوسكم وأرجلكم إلى الكعبين. صدق الله العلي العظيم. ബഹുമാനികളായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ഭയപ്പെട്ടും പടച്ചറപ്പിന്റെ ആജ്ഞാനിരോധങ്ങൾക്ക് വിധേയമായി ജീവിത ഇടപാടുകളിലുടനീളം തഖ്വ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്ത ജീവിതത്തിന്റെ ഉടമകളായി മരണം വരെ നിലനിന്നു പോകാൻ, മരണം അല്ലാഹു തൃപ്തിപ്പെട്ട അവസ്ഥയിലാകാൻ, നാളെ നാഥനെ നിർവൃതിയോടുകൂടി കണ്ടുമുട്ടാൻ അല്ലാഹു മുത്തഖീങ്ങൾക്ക് സജ്ജമാക്കി വെച്ചിട്ടുള്ള അവന്റെ സ്വർഗം അനന്തരമെടുക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസി ജീവിതത്തിൽ അനുഷ്ഠിക്കുന്ന ആരാധനകളിൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട അമലായി റസൂലുള്ളാഹി പരിചയപ്പെടുത്തിയ നമസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് 2-3 ഖുതുബകളിൽ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. നമസ്കാരത്തിന്റെ ഗൗരവവും പ്രാധാന്യവും സൂചിപ്പിച്ചു. നമസ്കാരത്തിൽ ഭയഭക്തി ഉണ്ടാവുന്നതിനുള്ള ചില അനിവാര്യമായ ഘടകങ്ങളെ കുറിച്ച് ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. അവസാനം ബാങ്കിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സൂചിപ്പിക്കുകയുണ്ടായി. ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നത് അള്ളാഹുവിന് നമ്മിൽ നിന്നും ഏറ്റവും പ്രിയപ്പെട്ടതായി പ്രവാചകൻ പരിചയപ്പെടുത്തിയ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ 5 നേരം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ നമസ്കാരം അതിന്റെ പൂർണ്ണതയിൽ അനുഭവിക്കാനും അതിന്റെ സൽഫലം ദുനിയാവിലും ആഖിറത്തിലും അതിന്റെ നന്മകൾ നേടിയെടുക്കാനും നമ്മെ സഹായിക്കും എന്ന ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ആ വിഷയ സംബന്ധമായി ഇന്ന് സഹോദരങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്താൻ ഉദ്ദേശിക്കുന്നത് വുദൂഇനെ സംബന്ധിച്ചാണ്. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന മുസ്ലിം സമുദായത്തോട്, പ്രവാചകൻ തന്റെ ഉമ്മത്തിനോട് അങ്ങേയറ്റം സ്നേഹം
പ്രകടിപ്പിച്ച പ്രവാചകനായിരുന്നു. റസൂലുള്ളാഹി തന്റെ കൂടെ ഉണ്ടായിരുന്ന സഹാബികളോട് മാത്രമല്ല റസൂലുള്ളാഹിക്ക് സ്നേഹമുണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ തിരുമേനി ജീവിച്ചിരുന്ന കാലഘട്ടത്തിന് ശേഷം ലോകാവസാനം വരെ വരാനിരിക്കുന്ന വിശ്വാസികളെ മുഴുവനും അവിടുന്ന് അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നു. തന്റെ ഉമ്മത്തിലെ വരാനിരിക്കുന്ന മുഴുവൻ അനുയായികളെയും അളവറ്റ് സ്നേഹിച്ച പ്രവാചകനായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബികളോട് പറയുന്നുണ്ട്, ചില ആളുകളുടെ ഈമാനിനെ കുറിച്ച് എനിക്ക് അത്ഭുതം തോന്നുകയാണ്. ചില ആളുകളുടെ വിശ്വാസത്തെ കുറിച്ച് ഞാൻ അത്ഭുതപ്പെടുകയാണ്. അപ്പൊ സഹാബികൾ പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, ആരുടെ ഈമാനിനെ കുറിച്ചാണ് പ്രവാചകരെ താങ്കൾ അത്ഭുതപ്പെടുന്നത്? താങ്കളുടെയും താങ്കളെ പോലുള്ള അമ്പിയ മുർസലുകളുടെയും വിശ്വാസത്തിലാണോ താങ്കൾക്ക് അത്ഭുതം എന്ന് സഹാബികൾ പ്രവാചകനോട് തിരിച്ചു ചോദിക്കുന്നുണ്ട്. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, അതല്ല, ഞങ്ങളുടെ ഈമാനിനെ കുറിച്ച് ഞാൻ എന്തിനാ അത്ഭുതപ്പെടുന്നത്? ഞങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് വഹി നൽകിക്കൊണ്ടിരിക്കെ ഞങ്ങളുടെ ഈമാനിന്റെ കാര്യത്തിൽ എന്ത് അത്ഭുതം, അങ്ങനെ അത്ഭുതപ്പെടാൻ എന്തിരിക്കുന്നുവെന്ന് സഹാബികളോട് പ്രവാചകൻ പറയുമ്പോ സഹാബികൾ പിന്നീട് വീണ്ടും ചോദിക്കുന്നുണ്ട്, എങ്കിൽ പിന്നെ പ്രവാചകരെ താങ്കൾ അത്ഭുതപ്പെടുന്നത് മലക്കുകളുടെ ഈമാനിനെ സംബന്ധിച്ചാണോ? മലക്കുകളുടെ വിശ്വാസത്തെ കുറിച്ചാണോ താങ്കൾക്ക് അത്ഭുതമുള്ളത്? അപ്പൊ റസൂലുള്ളാഹി വീണ്ടും തിരിച്ചു പറയുന്നുണ്ട്, അല്ലല്ലോ, മലക്കുകളുടെ ഈമാനിന്റെ കാര്യത്തിൽ ഞാൻ എന്തിനാണ് അത്ഭുതപ്പെടുന്നത്? കാരണം മലക്കുകൾ അദൃശ്യ ലോകത്ത്, ആകാശ ലോകത്ത് കഴിയുന്നവരല്ലേ, അവർക്ക് അള്ളാഹുവിനെ നേരിട്ട് അറിയാമെന്നിരിക്കെ മലക്കുകളുടെ ഈമാനിന്റെ കാര്യത്തിൽ എന്തിനാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്? മാത്രവുമല്ല, മലക്കുകളുടെ പ്രകൃതം എന്ന് പറഞ്ഞാൽ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ, പടച്ചവൻ പറഞ്ഞത് അനുസരിക്കാൻ, കൽപ്പിച്ചത് അനുസരിക്കാൻ മാത്രം കഴിയുന്ന പ്രകൃതത്തിലാണല്ലോ മലക്കുകൾ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. പടച്ചവനെ ധിക്കരിക്കാൻ അവർക്ക് കഴിയില്ലല്ലോ. എന്നിരിക്കെ അവരുടെ ഈമാന്റെ കാര്യത്തിൽ, അവരുടെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ എന്തിനാണ് അത്ഭുതം? അപ്പൊ സഹാബികള് ചോദിക്കുന്നുണ്ട്, അപ്പൊ പിന്നെ നബിയെ, ഞങ്ങളുടെ ഈമാന്റെ കാര്യത്തിലാണോ താങ്കൾ അത്ഭുതപ്പെടുന്നത്? ഞങ്ങളുടെ വിശ്വാസത്തെ കുറിച്ചാണോ, അതാണോ താങ്കൾ അത്ഭുതപ്പെടുത്തുന്നത് എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും പ്രവാചകൻ അവരോട് പറയുന്നുണ്ട്, ഒരിക്കലുമല്ല. കാരണം നിങ്ങളുടെ കൂടെ ഞാനുണ്ടല്ലോ, നിങ്ങളുടെ കൂടെയല്ലേ ഞാനുള്ളത്, എനിക്ക് വഹി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അറിയുകയും ചെയ്യുന്നുണ്ട്. പിന്നെപ്പോ നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടായിരിക്കെ, എനിക്ക് വഹി ലഭിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കെ നിങ്ങളുടെ ഈമാനിനെ കുറിച്ച് ഞാൻ എന്തിനാണ് അത്ഭുതപ്പെടുന്നത്? അപ്പൊ പിന്നെ സഹാബികൾ മറുപടി പറയുന്നതിലുള്ള തങ്ങളുടെ പരാജയം സമ്മതിക്കുകയാണ്. എന്നിട്ട് പ്രവാചകനോട് അവർ പറയുകയാണ്, നബിയെ താങ്കൾ തന്നെ പറയുക, ആരുടെ ഈമാനിനെ കുറിച്ചാണ് താങ്കൾ അത്ഭുതപ്പെടുന്നത്? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നുണ്ട്, ഞാൻ അത്ഭുതപ്പെടുന്ന വിശ്വാസികൾ എനിക്ക് ശേഷം വരുന്നവരാണ്. എനിക്ക് ശേഷം ചില ആളുകൾ വരും, അവര് നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ അവർ അള്ളാഹുവിലും അന്ത്യദിനത്തിലും അന്ത്യപ്രവാചകരിലും കിതാബിലും റിസാലത്തിലും വിശ്വസിക്കും. എന്നാൽ അവരൊന്നും എന്നെ കണ്ടിട്ടില്ല, എന്നെ കാണാൻ അവർക്ക് അവസരം കിട്ടുന്നില്ല. എനിക്ക് ശേഷം വരുന്ന വിശ്വാസികളാണ്. റസൂലുള്ളാഹി എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ അനുഭവിക്കാൻ അവർക്ക് അവസരം കിട്ടുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി എന്നത് കേവലം ഒരു ചരിത്രം മാത്രമാണ്. എന്നെ കുറിച്ച് അവർക്കുള്ളത് ഒരു സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ മാത്രമാണ് അവർക്കുള്ളത്. എന്നിട്ടും അവർ അള്ളാഹുവിൽ ദൃഢമായി വിശ്വസിക്കും. പടച്ചവന്റെ ഗ്രന്ഥത്തിനനുസരിച്ച് അവർ ജീവിക്കും. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന, എനിക്ക് ശേഷം വരാനിരിക്കുന്ന അത്തരം വിശ്വാസികളുടെ ഈമാനിനെ കുറിച്ചാണ് ഞാൻ അത്ഭുതപ്പെടുന്നത് എന്ന് പ്രവാചകൻ പറയുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെയൊക്കെ ഈമാനിനെ വിലയിരുത്തുന്നത് എങ്ങനെയായിരുന്നു എന്ന് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രവാചകന് ശേഷം വരുന്ന, സഹാബികൾക്ക് ശേഷം വരുന്ന, സഹാബികൾ വിശ്വസിക്കുന്നത് പോലെ അള്ളാഹുവിലും അന്ത്യദിനത്തിലും അന്ത്യപ്രവാചകരിലും കിതാബുകളിലും ഒക്കെ വിശ്വസിക്കുന്ന, അങ്ങനെ പ്രവാചകനെ കണ്ടിട്ടില്ലാത്ത നമ്മുടെയൊക്കെ ഈമാനിനെ കുറിച്ച് റസൂലുള്ളാഹി അത്ഭുതപ്പെടുകയാണ്. മറ്റൊരു സന്ദർഭത്തിൽ പ്രവാചകൻ ഇങ്ങനെ നടന്നു പോകുമ്പോ ഖബറുകൾക്കിടയിലൂടെ ഇങ്ങനെ നടന്നു പോകുകയാണ്. അങ്ങനെ ആ ഖബറുകളെ നോക്കിക്കൊണ്ട് പ്രവാചകൻ പറയുന്നത്, അസ്സലാമു അലൈക യാ ദാറ ഖൗമിൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ ഭവനങ്ങളിൽ താമസിക്കുന്നവരെ, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സലാം, പടച്ചവന്റെ രക്ഷ,
അള്ളാഹുവിന്റെ സമാധാനം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ പറയുന്നുണ്ട്, ഇന്നാ ഇൻഷാ അല്ലാഹു അൻ ഖരീബിൻ ബിക്കും ലാഹിഖൂൻ. അള്ളാഹു ഉദ്ദേശിച്ചാൽ ഞങ്ങളും ഉടനെ തന്നെ അധികം വൈകാതെ നിങ്ങളോടൊപ്പം ചേരുന്നതാണ്. ഖബറിലുള്ളവർക്ക് സലാം പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഖബർ സന്ദർശിക്കുമ്പോൾ നടത്തേണ്ട പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന നടത്തിയിട്ട് റസൂൽ പറയുന്നുണ്ട് കൂടെയുള്ള സഹാബികളോട്, എനിക്കെന്റെ സഹോദരങ്ങളെ കാണാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. നമുക്ക് നമ്മുടെ സഹോദരങ്ങളെ കണ്ടുമുട്ടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. അപ്പോ സഹാബികൾ പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, അല്ല നബിയെ, ഞങ്ങളല്ലേ താങ്കളുടെ സഹോദരങ്ങൾ? ഞങ്ങൾ താങ്കളുടെ സഹോദരങ്ങളല്ലേ? ഞങ്ങൾ താങ്കളോടൊപ്പം തന്നെ ഉണ്ടല്ലോ. പിന്നെ ഇങ്ങനൊരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നതിന്റെ അർത്ഥം എന്താണ് എന്ന് പ്രവാചകനോട് ഇവർ പറയുമ്പോ റസൂലുള്ളാഹി പറയുന്നുണ്ട്, നിങ്ങൾ എന്റെ സഹോദരങ്ങളല്ല, അൻതും അസ്ഹാബി, നിങ്ങൾ എന്റെ അസ്ഹാബികളാണ്, സഖാക്കളാണ്, എന്റെ കൂടെ കഴിയുന്നവരാണ്, എന്റെ സതീർത്ഥ്യരാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ സഹോദരങ്ങൾ എന്ന് പറയുന്നത് ഇനിയും വന്നു കഴിഞ്ഞിട്ടില്ലാത്ത ഒരു വിഭാഗമാണ്. ഇനിയും വന്നു കഴിഞ്ഞിട്ടില്ലാത്ത ഒരു വിഭാഗത്തെയാണ് സഹോദരങ്ങൾ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ സഹാബികൾ വീണ്ടും ചോദിക്കുന്നുണ്ട്, നമ്മുടെ കൂടെ വന്നെത്തിയിട്ടില്ലാത്ത, നമ്മെ കണ്ടിട്ടില്ലാത്ത, നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ലാത്ത, നമുക്ക് കാണാൻ അവസരം കിട്ടിയിട്ടില്ലാത്ത ആ ആളുകളെ, താങ്കൾ സഹോദരങ്ങൾ എന്ന് വിശേഷിപ്പിച്ച ആളുകളെ എങ്ങനെയാണ് നബിയെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുക എന്ന് സഹാബികൾ പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ സഹോദരങ്ങളെ കണ്ടുമുട്ടാൻ കഴിഞ്ഞെങ്കിൽ എത്ര നന്നായേനെ എന്ന് പ്രവാചകൻ ചോദിക്കുമ്പോ, ഇനിയും അവർ വന്നു കഴിഞ്ഞിട്ടില്ല എന്ന് പ്രവാചകൻ പറയുമ്പോ, നമുക്ക് ശേഷം വരുന്നവരാണ് എന്നവർ സഹാബികളോട് പ്രവാചകൻ പറയുമ്പോ സഹാബികൾ സ്വാഭാവികമായും ചോദിക്കുകയാണ്, നമ്മളെ കാണാത്ത, നമ്മൾ കണ്ടിട്ടില്ലാത്ത, അതുപോലെ തന്നെ ഇനിയും വന്നെത്തിയിട്ടില്ലാത്ത അവരെ എങ്ങനെയാണ് നബിയെ നമുക്ക് കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുക എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, തീർച്ചയായും ഞാൻ അവരെ തിരിച്ചറിയും. അന്ത്യദിനത്തിൽ എനിക്കവരെ തിരിച്ചറിയാൻ കഴിയും. അതിനൊരു ഉദാഹരണം റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് എനിക്ക് അവരെ തിരിച്ചറിയാൻ കഴിയുക എന്നതിന് സഹാബികളോട് ഒരു ഉദാഹരണം റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്താണ്? ഒരാൾക്കൊരു കുതിര ഉണ്ട്, നല്ല വെളുത്ത ഒരു കുതിര, അയാളുടെ വാഹനമാണ്. നല്ല തൂവെള്ള നിറത്തിലുള്ള ഒരു കുതിര. അത് മുഖവും കൈകാലുകളും ഒക്കെ ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്നതാണ്, നന്നായി പ്രക്ഷോഭിക്കുന്നതാണ്, നല്ല ശുദ്ധ വെളുത്ത നിറമുള്ളതാണ്. എന്നിട്ട് റസൂൽ സഹാബികളോട് ചോദിക്കുകയാണ്, ഒരുപാട് കറുത്തിരുണ്ട മൃഗങ്ങൾക്കിടയിൽ നിന്ന് അതിനെ തിരിച്ചറിയാൻ അലാ യഹ്രിബു ഖൈലഹു, ആ കറുത്തിരുണ്ട ഒരുപാട് മൃഗങ്ങൾക്കിടയിൽ നിന്നും ആ വെളുത്ത കുതിരയെ തന്റെ ഉടമസ്ഥന് തിരിച്ചറിയാൻ കഴിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ സഹാബികൾ പറയുന്നുണ്ട്, തീർച്ചയായും നബിയെ, തീർച്ചയായും മനസ്സിലാവും. എന്നാൽ കേട്ടോളുക, അന്ത്യദിനത്തിൽ ഞാൻ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്ന എന്റെ സഹോദരങ്ങൾ, അന്ത്യദിനത്തിൽ ഞാൻ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ, കൈകളും അതുപോലെ തന്നെ കൈകളും മുഖങ്ങളും ഒക്കെ വെട്ടിത്തിളങ്ങുന്ന അവസ്ഥയിൽ, മുഖവും കൈകാലുകളും ഒക്കെ വെട്ടിത്തിളങ്ങുന്ന അവസ്ഥയിലായി ഇങ്ങനെ തിളങ്ങുന്ന പ്രക്ഷോഭിക്കുന്നവരായിട്ടാണ് അന്ത്യദിനത്തിൽ അവർ വരിക. എങ്ങനെ? എന്തുകൊണ്ട്? മിനൽ ഉദു കാരണമായിട്ട് റസൂലുള്ളാഹി തുടരുകയാണ്, മുഖവും കൈകാലുകളും ഒക്കെ വെട്ടിത്തിളങ്ങുന്ന പ്രക്ഷോഭിക്കുന്നവരായിട്ടാണ് അന്ത്യദിനത്തിൽ ഞാൻ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്ന എന്റെ സഹോദരങ്ങൾ അന്ത്യദിനത്തിൽ വരിക. പിന്നെ എങ്ങനെയാണ് അവരെ തിരിച്ചറിയാതിരിക്കുക? കറുത്ത ഒരുപാട് മൃഗങ്ങൾക്കിടയിൽ നിന്നും തന്റെ വെളുത്ത പ്രക്ഷോഭിക്കുന്ന വെട്ടിത്തിളങ്ങുന്ന തന്റെ വെളുത്ത കുതിരയെ തിരിച്ചറിയാൻ തന്റെ ആ കുതിരയുടെ ഉടമസ്ഥന് കഴിയുമെങ്കിൽ അന്ത്യദിനത്തിൽ മുഖവും കൈകാലുകളും ഒക്കെ ഒളുവിന്റെ കാരണമായി, ഒളുവെടുത്തതിന്റെ കാരണമായി കൈകാലുകളും മുഖവും ഒക്കെ വെട്ടിത്തിളങ്ങുന്ന അവസ്ഥയിൽ കടന്നു വരുന്ന എന്റെ അനുയായികളെ, എന്റെ സഹോദരങ്ങളെ തിരിച്ചറിയാൻ എനിക്കെന്ത് പ്രയാസമാണുള്ളത്? എന്നിട്ട് റസൂലുള്ളാഹി തുടരുകയാണ്, ഹൗദുൽ കൗസറിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലയോ? ഹൗദുൽ കൗസറിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടില്ലയോ? എന്റെ സഹോദരങ്ങൾക്ക്, എന്റെ ഇഖ്വാനികൾക്ക് സൽക്കാരമായിട്ട് ഞാൻ അതിൽ നിന്നും എന്റെ തിരു കൈകൾ കൊണ്ട് ഞാൻ അവർക്ക് അതിൽ നിന്നും വെള്ളം കോരിക്കൊടുക്കും. മുഖവും കൈകാലുകളും ഒക്കെ ഉദുവിന്റെ പ്രകാശത്താൽ പ്രശോഭിച്ചു വരുന്ന എന്റെ അനുയായികളെ, എന്റെ സഹോദരങ്ങളെ സ്വീകരിക്കാൻ ഹൗദുൽ കൗസറിനടുത്ത് അവരുടെ ഹോസ്റ്റായി, അവരുടെ ആതിഥേയനായി ഞാൻ ഉണ്ടായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കണം,
നമ്മൾ ദൈനംദിന ജീവിതത്തിൽ 5 നേരം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നു എന്ന് പറയുന്നത് ഒരു സത്യവിശ്വാസിയെ നാളെ അന്ത്യദിനത്തിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മെ തിരിച്ചറിയാനുള്ള കൊടിയടയാളമാണ്. റസൂലുള്ളാഹിക്ക് തന്റെ റസൂലുള്ളാഹി കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മളാകുന്ന പ്രവാചകന്റെ അനുയായികളെ റസൂലുള്ളാഹിക്ക് തിരിച്ചറിയാനുള്ള കൊടിയടയാളമായിട്ടാണ് വുദൂഇനെ പ്രവാചകൻ പരിചയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ വുദൂ എന്ന് പറയുന്നത് കേവലം ഒരവയവ ശുദ്ധീകരണമല്ല. ആദം അലൈഹിസ്സലാം മുതൽ ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യരും ഒരുമിച്ച് കൂടുന്ന അന്ത്യനാളിൽ മഹ്ശറയിൽ വിശ്വാസികൾ ഈ കൊടിയടയാളവുമായിട്ടായിരിക്കും ഹാജരാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഈ അടയാളം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വുദൂ എടുക്കുമ്പോൾ മുഖവും കൈകാലുകളും ഒക്കെ ഒരൽപ്പം കയറ്റി കഴുകിക്കൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹ്. പല സഹാബികളും അപ്രകാരം കൈകാലുകളും മുഖവും ഒക്കെ അല്പം കയറ്റി കഴുകാറുണ്ടായിരുന്നു. സഹാബികൾക്ക് ശേഷം വരുന്ന സഹാബികൾ അവരോട് ചോദിക്കും, കൈമുട്ടുകൾക്ക് മുകളിലും കാലുകൾ ഞെരികാണിക്ക് മുകളിലുമൊക്കെ എന്തിനാണ് കഴുകുന്നത് എന്ന് ചോദിക്കുമ്പോ താബികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു, നാളെ പരലോകത്ത് ആഭരണമണിയിക്കുന്ന സ്ഥലമാണ് വുദൂഇന്റെ സ്ഥലം. പരലോകത്ത് ഹാജരാകുമ്പോ കൂടുതൽ ആഭരണം അണിയിക്കപ്പെടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ മുഖവും കൈകാലുകളും ഒക്കെ ഒരൽപ്പം കയറ്റി കഴുകുന്നത് എന്ന് താബികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഖവും കൈകാലുകളും ഒക്കെ വെട്ടിത്തിളങ്ങുന്നവരായും ആഭരണം അണിയിക്കപ്പെടുന്നവരായും ഹാജരാക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ, നാളെ പരലോകത്തെ ഹാജരാക്കപ്പെടുന്ന കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ സഹാബികളോട് ചോദിക്കുന്നുണ്ട്, പടച്ച റബ്ബ് പാപങ്ങളൊക്കെ കഴുകിക്കളയുന്ന ഏതാനും കർമ്മത്തെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഖാലൂ ബലാ യാ റസൂലുള്ളാഹ്, അതേ റസൂലേ, അത്തരം കാര്യങ്ങളെ കുറിച്ച് അറിയാനാണല്ലോ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അല്ലാഹ് ഞങ്ങൾക്ക് പാപങ്ങൾ പുറത്തു തരുന്ന, പടച്ചവനിൽ നിന്നും മഗ്ഫിറത്ത് കിട്ടുന്ന കാര്യങ്ങളെ കുറിച്ച് അറിയാനാണല്ലോ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞു തന്നാലും നബി എന്ന് പറയുമ്പോ റസൂലുള്ളാഹി പറയുകയാണ്, ഇസ്ബാഹുൽ വുദൂ, വളരെ നന്നായി നിങ്ങൾ വുദൂ ചെയ്യുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇസ്ബാഹുൽ വുദൂ, പൂർണ്ണമായ മനസ്സാന്നിധ്യത്തോടു കൂടി എല്ലാ ഷർത്തുകളും ഫർളുകളും സുന്നത്തുകളും ഒക്കെ പാലിച്ചുകൊണ്ട് നിങ്ങൾ വുദൂ ചെയ്യുക. നിങ്ങളുടെ പാപങ്ങൾ കഴുകിക്കളയാൻ അത് സഹായകമാണ് എന്നാണ്. മറ്റൊരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്നൽ ഹസ്നത സ്വാലിഹ തഖൂലു ബിർറജുലി യുസ്ലിഹു അല്ലാഹു ബിഹാ അമലഹു കുല്ലഹു. ചില സൽപ്രവർത്തനങ്ങളുണ്ട്, ചില നല്ല കർമ്മങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ചെയ്യുന്നത് കൊണ്ട് ആ ചെയ്യുന്നവന്റെ മുഴുവൻ അമലുകളെയും അല്ലാഹു നന്നാക്കി കളയും. വതഹൂറു റജുലി ലിസ്വലാത്തിഹി, ഒരാൾ തന്റെ നമസ്കാരത്തിന് വേണ്ടി ശുചിയാവുക എന്ന് പറഞ്ഞാൽ, ഒരാൾ തന്റെ നമസ്കാരത്തിന് വേണ്ടി വുദൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ, യുകഫിറുല്ലാഹു ബിതഹൂരിഹി ദുനൂബഹു, അവന്റെ ആ ശുദ്ധി കൊണ്ട് മാത്രം, ആ വുദൂ കൊണ്ട് മാത്രം അല്ലാഹു അവന്റെ പാപങ്ങളൊക്കെ അവന് പുറത്തു കൊടുക്കും. വതബ്ഖാ സ്വലാത്തുഹു ലഹു നാഫില, അവന്റെ നമസ്കാരം അവൻ നാഫിലയായി അവശേഷിപ്പിക്കുകയും ചെയ്യും. ആവശ്യം പൂർത്തിയായി കഴിയുകയും പിന്നെയും കിട്ടുന്നതിനെയാണ് നാഫില എന്ന് പറയുക. അധികമായി ലഭിക്കുന്നതിനെയാണ് നാഫില എന്ന് പറയുക. അപ്പൊ വുദൂവോട് കൂടി തന്നെ അല്ലാഹുവിൽ നിന്ന് ലഭിക്കേണ്ട മഗ്ഫിറത്ത്, പാപങ്ങൾ പുറത്തു കിട്ടപ്പെട്ടു കഴിഞ്ഞു, പിന്നീട് നമസ്കാരം അവന് ബാക്കിയാക്കുകയും ചെയ്യും എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. അപ്പൊ നമസ്കാരത്തിന്റെ മുന്നോടിയായിട്ട് പൂർണ്ണമായ രീതിയിൽ വുദൂ എടുക്കുന്നതോടുകൂടി തന്നെ നമ്മുടെ അവയവങ്ങൾ കൊണ്ട് ചെയ്ത പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വുദൂവിന്റെ വെള്ളത്തോടൊപ്പം ഒഴുക്കിക്കളയുമെന്നാണ് പറയുന്നത്. ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും, ഇദാ തവല്ലഅൽ അബ്ദുൽ മുസ്ലിം അവൽ മുഅ്മിൻ ഫഅസല വജ്ഹഹു ഖറജ മിൻ വജ്ഹിഹി കുല്ല ഖതീഅത്തിൻ നദറ ഇലൈഹാ ബിഐനിഹി മഅൽ മാ. സത്യവിശ്വാസി വുദൂ എടുക്കാൻ വേണ്ടിയിട്ട് വുദൂവിനെ സമീപിക്കുകയും ആ വുദൂവിന്റെ ഭാഗമായി മുഖം കഴുകുകയും ചെയ്യുമ്പോൾ മുഖം കൊണ്ട് ചെയ്ത എല്ലാ പാപങ്ങളും, മുഖത്തെ നമ്മുടെ അവയവങ്ങൾ കൊണ്ട് ചെയ്ത എല്ലാ പാപങ്ങളും ആ വുദൂവിന്റെ വെള്ളത്തോടൊപ്പം ഒലിച്ചു പോകുമെന്നാണ്. ഫൈദാ ഗസല യദൈ, കൈകൾ കഴുകുമ്പോൾ ഖറജ മിൻ യദിഹി കുല്ല ഖതീഅത്തിൻ കാന ബതശുഹ മഅൽ മാ. ഫൈദാ ഗസല രിജ്ലൈ ഖറജത് കുല്ലു ഖതീഅത്തിൻ മശതഹ റിജ്ലുഹു മഅൽ മാ.
യഖ്റുജു നഖിയ്യൻ മിന ദുനൂബ്. ഇങ്ങനെ കൈകൾ കഴുകുമ്പോൾ കൈകൊണ്ട് ചെയ്ത എല്ലാ തെറ്റുകളും ആ വെള്ളത്തോടൊപ്പം ഒഴുക്കിക്കളയും. കാലുകൾ കഴുകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കാലുകൾ കൊണ്ട് നമ്മൾ തെറ്റായ ആവശ്യങ്ങൾക്ക് വേണ്ടി നടന്നുപോയ അത്തരം പാപങ്ങൾ, കാലുകൾ കൊണ്ട് ചെയ്ത പാപങ്ങളൊക്കെയും ആ വെള്ളത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒദുവിന്റെ വെള്ളത്തിനോടൊപ്പം അല്ലാഹു ഒലിപ്പിച്ചു കളയും, പുറത്തു കളയും. അങ്ങനെ ഒദു പൂർത്തിയാക്കുന്നതിനോട് കൂടി തന്നെ പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട അവസ്ഥയിൽ നമുക്ക് പുറത്തു വരാൻ കഴിയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഞാൻ പറയുന്നത്, പരിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒദുവിനെ കുറിച്ച് വളരെ കുറച്ച് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഞാൻ മുഖദ്ദിമയിൽ ഓതി വെച്ച ആയത്തിലുണ്ട്, സൂറത്തു നിസായിൽ 6-ാം ആയത്തിൽ, യാ അയ്യുഹല്ലദീന ആമനു ഇദാ ഖുംതും ഇല സ്വലാത്തി ഫഗ്സിലു വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖ്. സത്യവിശ്വാസികളെ, നിങ്ങൾ നമസ്കാരത്തിന് വേണ്ടി ഒരുങ്ങിയാൽ മുഖങ്ങളും മുട്ടുവരെ കൈകളും കഴുകേണ്ടതാകുന്നു. വംസഹു ബിറൂസിക്കും, ശിരസ്സുകൾ നിങ്ങൾ കൈകൊണ്ട് തടവുകയും വേണം. തല തൊട്ടാ പോരാ, ചിലർക്ക് വെള്ളം പൊട്ട് തല തൊട്ടാ പോരാ, തല തടവുകയും വേണമെന്നാണ്. അർജുനക്കും ഇലൽ കഅബൈൻ, ഞെരിയാണി വരെ കാലുകളും കഴുകേണ്ടതാകുന്നു. ഇത്രയുമാണ് ഈ ആയത്തിൽ പരാമർശിച്ച ഇത്രയുമാണ് ഒദുവിന്റെ നിർബന്ധ കർമ്മങ്ങൾ എന്ന് പറയുന്നത്. പണ്ഡിതന്മാർ ഒദുവിന്റെ ഫർളുകളൊക്കെ എണ്ണിയപ്പോ, നമ്മൾ മദ്രസ ക്ലാസ്സുകളിലൊക്കെ ഫിഖിന്റെ ഗ്രന്ഥങ്ങളിൽ ഒദുവിന്റെ നിർബന്ധമായ കാര്യങ്ങൾ ഫർളുകൾ എണ്ണിയപ്പോൾ അതിന്റെ ആദ്യത്തിൽ ഒരു നിയ്യത്ത് കൂടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ അവസാനത്തിൽ ഒരു തർത്തീബും കൂടി ചേർത്തിട്ടുണ്ട്. അങ്ങനെ 4+2 6 ഫർളുകളാണ് ഒദുവിന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. നിയ്യത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം ഏതൊരു കർമ്മത്തിനും ഒഴിച്ചുകൂടാനാവാത്തതാണ്. കാരണം ഏത് അമലും ഏത് കർമ്മവും അള്ളാഹു സ്വീകരിക്കുന്ന നിയ്യത്തോടു കൂടിയാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. അതുകൊണ്ടാണ് നിയ്യത്ത് അതിന്റെ 1-ാമത്തെ ഫർളായി നിശ്ചയിച്ചിരിക്കുന്നത്. തർത്തീബ് എന്ന് പറയുന്നത് സൂറത്തുൽ മാഇദയിലെ 6-ാമത്തെ ആയത്തിൽ ഒദുവിന്റെ കാര്യങ്ങൾ വിശദീകരിച്ചതിന്റെ ഒരു ക്രമം, ആ ക്രമത്തിൽ നിന്നുണ്ടായിട്ടാണ് തർത്തീബ് എന്ന് പറയുന്നത്. ക്രമപ്രകാരം ചെയ്യുക എന്നത്. ആദ്യം കാല് കഴുകിയിട്ട് പിന്നെ മുഖം കഴുകുക എന്നുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണോ ഒദുവിന്റെ ക്രമം പറഞ്ഞിരിക്കുന്നത്, ആ ക്രമത്തിൽ ചെയ്യുക എന്ന തർത്തീബ് അതിന്റെ ഫർളായി നിശ്ചയിച്ചത് ഖുർആൻ അതിന്റെ ക്രമം അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ്. അപ്പൊ പടച്ചവൻ പറഞ്ഞ ക്രമപ്രകാരമായിരിക്കണം എന്നുള്ളതാണ്. നിർബന്ധമായ ഈ നിബന്ധനകൾ കൂടാതെ കുറെ സുന്നത്തുകളും ഒദുവിന് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊന്ന് ഒദു ബിസ്മി കൊണ്ട് ആരംഭിക്കുക എന്നതാണ്. രണ്ടാമത്തേത് ഒദുവിന് മുന്നോടിയായി മിസ്വാക്ക് ചെയ്യുക, ദന്തശുദ്ധീകരണം വരുത്തുക എന്നതാണ്. മൂന്നാമത്തെ മുൻകൈകൾ കഴുകുക, അതുപോലെ തന്നെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക, താടി ഉണ്ടെങ്കിൽ അത് തിക്കകത്തി കഴുകുക, മുഖവും കൈകാലുകളും നീട്ടി കയറ്റി കഴുകുക, നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ചെവി തടവുക, തല മുഴുവൻ തടവൽ, അതുപോലെ തന്നെ ഓരോ കർമ്മവും 3 പ്രാവശ്യം ആവർത്തിക്കൽ, ചെയ്യുന്ന കർമ്മങ്ങൾ തന്നെ വലത്തേതിനെ മുന്തിക്കൽ. ഇപ്പൊ കൈ കഴുകുകയാണെങ്കിൽ ആദ്യം വലത് കൈ, പിന്നെ ഇടത് കൈ, ചെവി തടവുക, അങ്ങനെ ഉണ്ടല്ലോ. കാലുകൾ കഴുകുമ്പോൾ ആദ്യം വലത് കാല്, അങ്ങനെ വലത്തേതിനെ മുന്തിക്കൽ. ഇങ്ങനെ ഒരു 8-10 സുന്നത്തുകളും ഒദുവിൻ്റെതായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇങ്ങനെ ഈ ഫർളുകളും സുന്നത്തുകളും ഒക്കെ പാലിച്ചുകൊണ്ട് തികഞ്ഞ മനസ്സാന്നിധ്യത്തോടു കൂടിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഒദു ചെയ്യേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞെരിയാണി കഴുകുന്ന കാര്യം യുദ്ധ സന്ദർഭങ്ങളിൽ പോലും പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിരുന്നതായ ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ തല തടവുന്നതിനെ സംബന്ധിച്ച് തള്ളവിരല് ഈ ചെവിയുടെ ഭാഗത്ത് ഇങ്ങനെ വെച്ചുകൊണ്ട് ഇങ്ങനെ തടയുന്ന രീതിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുൻപോട്ടും പുറകോട്ടും തടവുന്ന രീതിയാണ് തല തടവുന്നതുമായി ബന്ധപ്പെട്ട ഹദീസുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നതായി പഠിപ്പിക്കപ്പെട്ട് കാണുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നത് ഒദു എന്ന് പറയുന്നത് നമുക്ക് ശാരീരികമായ ഉന്മേഷം നൽകുന്ന ഒരു സംഗതി കൂടിയാണ്. എന്തുകൊണ്ടാണ് ഒദു എടുക്കുമ്പോൾ ശരീരത്തിന് ഉന്മേഷം കിട്ടുന്നത് എന്ന കാര്യം ശരീരശാസ്ത്രവുമായി ബന്ധപ്പെട്ടു ഒരു ബയോളജിക്കൽ പഠനമാണത്. അങ്ങനെ പഠിക്കേണ്ട കാര്യമാണ്. കാരണം വെള്ളം നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് തട്ടുമ്പോഴേക്കും ആ ഭാഗത്തെ മസിലുകളൊക്കെ ഒന്ന് സങ്കോചിക്കും. അങ്ങനെ മസിലുകൾ സങ്കോചിക്കുമ്പോൾ ആ ഭാഗത്തിന്റെ അറ്റങ്ങളിലുള്ള നമ്മുടെ അവയവത്തിന്റെ അറ്റത്തിലുള്ള രക്തം ഒരല്പം പുറകോട്ട് വലിയും, അല്ലെങ്കിൽ അതിന്റെ മുകളിലോട്ട് വലിയും. എന്ന് പറഞ്ഞാൽ രക്തത്തിന് ഒരു ചലനം ഉണ്ടാകും, അല്ലെങ്കിൽ നേരത്തെയുള്ള ആ രക്തത്തിന്റെ ചലനത്തിനൊന്ന് ആക്കം കൂടും. അപ്പൊ രക്തത്തിന്റെ ചലനത്തിലുള്ള ഈ ആക്കം ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളിൽ ആക്കം ഉണ്ടാക്കും. എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ തലയിലേക്കുള്ള രക്തത്തിന്റെ പമ്പിങ് ഉണ്ടല്ലോ, അതിനും ആക്കം കൂടും. അങ്ങനെ ശരീരത്തിലുടനീളം ബ്ലഡ് സർക്കുലേഷൻ സിസ്റ്റം അഥവാ ഈ രക്ത ചലനത്തിന് ആക്കം കൂടുവാൻ
നമ്മൾ വെള്ളത്തെ സ്പർശിക്കുമ്പോൾ, വെള്ളം തട്ടുമ്പോൾ അത് സഹായിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ക്ഷീണമുണ്ടാകുന്ന സന്ദർഭത്തിലൊക്കെ നമ്മൾ മുഖം കഴുകുമ്പോൾ നമുക്കൊരു ഉന്മേഷം ഉണ്ടാകുന്നത്. കുട്ടികളൊക്കെ പഠിക്കാനിരിക്കുമ്പോൾ കാണാം. കുട്ടികളൊക്കെ പഠിക്കാനിരിക്കുമ്പോൾ അവർ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറക്കം വരുന്നുണ്ടെങ്കിൽ മുഖവും കൈകാലുകളും ഒക്കെ ഒന്ന് കഴുകുകയും ചിലപ്പോൾ കാലുകൾ വെള്ളത്തിലിട്ട് വെച്ചുകൊണ്ട് കുട്ടികൾ പഠിക്കാനിരിക്കുന്നതൊക്കെ കാണാൻ പറ്റും. അപ്പൊ ഇത് ഒതു എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെ പ്രവർത്തനക്ഷമമാക്കുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. എന്നാൽ അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒതു എടുക്കുന്നതിന്റെ ലക്ഷ്യം ശരീരത്തിലെ രക്തത്തെ ചലിപ്പിക്കുക എന്നതല്ല. ശരീരത്തിലെ രക്തത്തെ ചലിപ്പിക്കുക, നമുക്ക് ഉന്മേഷം ഉണ്ടാക്കുക എന്നുള്ളതല്ല ഒതു കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഒതുവിന്റെ ലക്ഷ്യം നമ്മുടെ ആത്മാവിനെ നനയ്ക്കുകയാണ്. നമ്മുടെ ആത്മാവിനെ നനയ്ക്കുകയാണ്, നമ്മുടെ ആത്മാവിനെ ചലിപ്പിക്കുകയാണ്, നമ്മുടെ ഹൃദയത്തെ തുടിപ്പിക്കുകയാണ് ഒതുകൊണ്ട് സാധിക്കേണ്ടത്. നമ്മൾ ഒതു ചെയ്യുമ്പോൾ ആ ഒതുവിന്റെ വെള്ളം കൊണ്ട് നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങൾ മാത്രമല്ല നീക്കം ചെയ്യേണ്ടത്. അല്ലെ, അംഗശുദ്ധി എന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ കേവലം അംഗശുദ്ധിക്ക് വേണ്ടി മാത്രം നിശ്ചയിക്കപ്പെട്ടതല്ല ഒതു മറിച്ച് മനസ്സിലെ മാലിന്യങ്ങളെയും നീക്കം ചെയ്യാൻ സഹായകമാകണം നമ്മൾ നിർവഹിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ഒതു എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റുകളും, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും നമുക്കും പടച്ചവനുമിടയിൽ ഒരു മറയായി മാറും. നമുക്കും അള്ളാഹുവിനുമിടയിൽ ഒരു മറയായി മാറും നമ്മൾ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾ. ആ മറകൾ അല്ലെങ്കിൽ ആ പാപത്തിന്റെ കറകൾ നീക്കിക്കൊണ്ടല്ലാതെ നമുക്ക് അള്ളാഹുമായി അടുക്കാനാകില്ല, പടച്ചവനെ സമീപിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പൊ ഓരോ നമസ്കാരത്തിനും മുമ്പ് ഒതു ചെയ്യുന്നതിലൂടെ പടച്ചവനും നമുക്കുമിടയിലുള്ള ആ മറകളെ നീക്കുകയാണ്, ആ നീക്കം ചെയ്യുകയാണ് യഥാർത്ഥം നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ അള്ളാഹുവിനെ സമീപിക്കുന്നതിന് മുന്നോടിയായി നമ്മൾ ചെയ്ത പാപങ്ങളാകുന്ന നമുക്കും അള്ളാഹുവിനുമിടയിലുള്ള മറകൾ നീക്കം ചെയ്യാൻ വേണ്ടി നമ്മൾ ഒതു എടുത്തു കഴിയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ, അല്ലെ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു അല്ലാഹുമ്മ ഇജ്അൽനി മിനൽ തവ്വാബീൻ വജ്അൽനി മിനൽ മുത്തതഹിരീൻ. അല്ലെ, ഷഹാദത്ത് കലിമ ചൊല്ലിയതിനു ശേഷം നമ്മൾ പടച്ചവനോട് പറയുന്നത് എന്താ? ആ ഒതുവിന് ശേഷം നമ്മൾ നടത്തുന്ന പ്രാർത്ഥന ഇതാണ്, നമ്മെ ശുദ്ധീകരിക്കാനാണ്. അല്ലാഹുമ്മ ഇജ്അൽനി മിനൽ തവ്വാബീൻ, പടച്ചവനെ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന, തൗബ ചെയ്ത് നിന്നിലേക്ക് തിരിച്ചു വരുന്ന അടിയാറുകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം. വജ്അൽനി മിനൽ മുത്തതഹിരീൻ, ശുദ്ധി കൈവരിക്കുന്ന, വിശുദ്ധി നേടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം. അല്ലെ, ആത്മശുദ്ധി കൈവരിക്കുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റബ്ബേ എന്ന് പറയുമ്പോൾ വിശുദ്ധമായ ഒരു മനസ്സോടുകൂടി നിന്നെ സമീപിക്കുവാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണമെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, ഒതുവിലൂടെ നമ്മൾ അംഗശുദ്ധിയാണ് വരുത്തുന്നതെങ്കിലും ആത്മീയമായ വിശുദ്ധിയാണ് നമുക്ക് കൈവരിക്കാനുള്ളത്. ഒന്നുകൂടി പറയാം, അംഗശുദ്ധിയിലൂടെ ആത്മവിശുദ്ധി നേടാനുള്ള വഴിയാണ് ഒതു എന്ന് നമ്മൾ അറിയണം. അംഗശുദ്ധീകരണത്തിലൂടെ ആത്മവിശുദ്ധി നേടിയെടുക്കാനുള്ള വഴിയാണ് ഒതുവിന്റെയും മർമ്മം നമ്മൾ മനസ്സിലാക്കണം. പടച്ചവൻ പാപങ്ങൾ കഴുകിക്കളയുന്ന രണ്ടാമത്തെ സംഗതിയായിക്കൊണ്ട് സഹാബികളോട് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്, പള്ളിയിലേക്ക് നിങ്ങൾ കൂടുതൽ കാലടികൾ വെച്ചുകൊണ്ട് മുന്നേറുക എന്നതാണ്. ഒതുവിന് ശേഷം പള്ളിയിലേക്ക് നിങ്ങൾ കൂടുതൽ കാലടികൾ വെച്ചുകൊണ്ട് മുന്നേറുക. താമസ സ്ഥലത്ത് നിന്ന്, വീടുകളിൽ നിന്ന് അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് നിന്നൊക്കെ ഒതുവെടുത്തുകൊണ്ട്, അവിടെ ഒതുവെടുക്കാൻ സൗകര്യമുണ്ടെങ്കിൽ അവിടെ നിന്നും ഒതുവെടുത്തുകൊണ്ട് പള്ളിയിലേക്ക് വരുന്നതാണ് സുന്നത്തിനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന രീതി എന്ന് പഠിപ്പിക്കുകയാണ്. പള്ളിയിലേക്ക് വന്ന് ഒതുവെടുക്കുന്നതിനേക്കാളും ഉത്തമം ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ക്രമം അതാണ്. മാത്രമല്ല, പള്ളിയിലേക്ക് നമ്മൾ ഓരോ സ്റ്റെപ്പുകൾ വെക്കുമ്പോഴും അതുവഴിയും അള്ളാഹു നമുക്ക് മഗ്ഫിറത്ത് വർദ്ധിപ്പിച്ചു തരികയാണ്, പാപങ്ങൾ പുറത്തു തരികയാണ് ചെയ്യുന്നത് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പടച്ചവൻ നമ്മുടെ പാപങ്ങൾ പുറത്തു വരുന്ന മൂന്നാമത്തെ സംഗതി വന്തിലാറു സ്വലാത്തി ബഅദ സ്വലാ എന്നതാണ്. അഥവാ ഒരു നമസ്കാരത്തിന് ശേഷം മറ്റൊരു നമസ്കാരത്തെ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ പരമാവധി എല്ലാ സമയത്തും ഒതുവോടുകൂടിയായിരിക്കുക. ഒതു നമസ്കാരത്തിന്റെ മുന്നോടിയായി, നമസ്കാരത്തിന്റെ ഭാഗമായി നിർവഹിക്കുന്നതാണല്ലോ. അപ്പോ പരമാവധി സമയം നിങ്ങൾ ജീവിതത്തിൽ ഒതുവോടുകൂടിയായിരിക്കുക എന്നതാണ് അതിന്റെ വിശദീകരണമായിക്കൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിച്ചിരിക്കുന്നത്. ഈ മൂന്നുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ കഴുകുവാനുള്ള മാർഗമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമസ്കാരത്തിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുമ്പോൾ നമ്മൾ നിർവഹിക്കുന്ന ഒതുവിന്റെ അതിന്റെ ഒരു ആത്മീയമായ വശം, ആ അംഗശുദ്ധി വരുത്തുന്നതിലൂടെ നമ്മൾ നേടുന്ന ആത്മീയ വിശുദ്ധിയെ സംബന്ധിച്ച് നമ്മൾ നമ്മുടെ അവയവങ്ങൾ കഴുകിക്കളയുന്നതോടുകൂടി മനസ്സിന്റെ മാലിന്യങ്ങൾ, മനസ്സിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങൾ കൂടിയാണ് കഴുകിക്കളയുന്നതിനെ കുറിച്ച് നമുക്കും പടച്ചവനുമിടയിൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങളുടെ ഫലമായി വന്നു വീഴുന്ന മറകളും കറകളും നീക്കിക്കളയുന്ന ഒരു പ്രോസസ്സാണ്, ഒരു പരിപാടിയാണ്
നമ്മുടെ ഒദു എന്നതിനെ സംബന്ധിച്ചാണ് സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും മനോഹരമായ അവസ്ഥയിൽ ഒദു അതിന്റെ സുന്നത്തുകളും ഫർളുകളും ഒക്കെ അനുഷ്ഠിച്ചുകൊണ്ട് പൂർണ്ണതയിൽ ആ മഹത്തായ കർമ്മം നിർവഹിച്ചുകൊണ്ട് നമസ്കാരത്തെ സമീപിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.